നമ്മളെ 3 ടൂളിൽ പുതിയൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ബാറ്ററിൻ്റെ ഹെൽത്ത് ക്ലിയർ ചെയ്യണത്. നമുക്ക് ഇന്നലെ രാത്രി ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. iPhone 11 ആണ്. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ബാറ്ററി മാറ്റാനുള്ളതാണ്. ബാറ്ററി 79 ആണ്, ബാറ്ററി സർവീസാണ്. ബാറ്ററി നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രോഗ്രാം ചെയ്യണം. JCD ടാഗ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യണം. ഇത് എത്ര പ്രോഗ്രാം ചെയ്തിട്ടും ഈ സാധനം ഹെൽത്ത് കൂടില്ല. ഇത് 79 തന്നെ നിൽക്കണേ. നമ്മൾ ഒരുപാട് ടാഗ് നോക്കി, എങ്ങനെയായിട്ടും ഇത് റെഡി ആവുന്നില്ല. ഇതാണ് ടാഗ് വരുന്നത്. എന്തൊക്കെ കാട്ടിയിട്ടും ഹെൽത്ത് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3 ടൂൾസിൽ പുതിയ വന്നൊരു സംഭവമാണ്. ഇവിടെ നമുക്ക് സ്മാർട്ട് ഫ്ലാഷ് ഇവിടെ പോവാം. ഇതിൽ ഈസി ഫ്ലാഷ് കണ്ടല്ലേ, ഇവിടെ ആണല്ലേ, ഈ കണ്ടേ, ഇതെടുക്കുക. അതിന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ 17.4 17.4 കേട്ടോ. അതിൽ ഡൗൺലോഡ് ചെയ്യുക, ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ക്വിക്ക് ഫ്ലാഷ് കണ്ടോ, ക്വിക്ക് ഫ്ലാഷ് മോഡ്. ഇതെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാഷ് ഓപ്ഷൻ വരുമ്പോൾ ഈ ഒരു ഇത് വരും. ഇവിടെ ഫിക്സ് ബാറ്ററി ഹെൽത്ത് കണ്ടില്ലേ, ഇത് ടിക്കറ്റ് കൊടുക്കുക. ഇവിടെ ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഫ്ലാഷ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഡാറ്റ മൊത്തം പോകും. അപ്പോൾ ഒരു കസ്റ്റമർ ഫോണിൽ ഡാറ്റാസ് ഉണ്ട്. ഈ പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സെറ്റ് ആദ്യം ബാക്കപ്പ് ചെയ്യുക. ഡിവൈസ് ഓപ്പൺ ആക്കുക. ഇവിടെ ഉണ്ടല്ലോ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ആണല്ലേ, ഇതെടുക്കുക. ഇതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ന്യൂ ആണോ, ബാക്കപ്പ് ന്യൂ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ബാക്കപ്പ് ചെയ്യുക, ഫയൽ ബാക്കപ്പ് ചെയ്യുക. ബാക്കപ്പ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, ആപ്പിൾ ID അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്മാർട്ട് ഫ്ലാഷ് പോവുക. ഈ രീതിയിൽ ഫ്ലാഷ് ചെയ്യുക. അപ്പോൾ എന്താവും, ഈ ഹെൽത്തിൻ്റെ പ്രശ്നം അവിടെ ക്ലിയർ ആവും, ഫുള്ളായിട്ട് ക്ലിയർ ആവും. എന്നിട്ട് അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കപ്പ് ചെയ്ത ഫയൽ റീസ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറോട് എന്ത് ചെയ്യണം, ടൈം പറയാം. മാക്സിമം ടൈം പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ട് ആപ്പിൾ ID റിമൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ടൈമും കിട്ടും, ഈ വാക്ക് നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയും. ചില കേസിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. പുതിയൊരു അപ്ഡേഷനിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇന്നലെ വന്നു, ഇതിനു വേണ്ടി കുറേ നോക്കി. ആദ്യം ഞാൻ ടാഗ് ഇല്ലാതെ ഇത് സോഫ്റ്റ്വെയർ ചെയ്തു. ഞാൻ സോഫ്റ്റ്വെയർ ചെയ്തപ്പോൾ 79 81 വരെ ആയി. പിന്നെ 100 എങ്ങനെയായിട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ടാഗ് ഇട്ടിട്ട് ഒന്നും പാടെ ഫ്ലാഷ് ചെയ്തപ്പോൾ ബാറ്ററി 100 ആയി. ഇവിടെ കാണാം, 3 ടൂൾസ് കാണാം. ബാറ്ററി ലൈഫ് 100, ചാർജിങ് ടൈം 0, അത് സൈക്കിള് 0. അതേപോലെ തന്നെ ഫോണിലും ഇതാക്കണേ 100 കണ്ടില്ലേ. ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇന്നലെ നാളെ ഇതേപോലെ കംപ്ലൈൻറ്റ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും ടെക്നിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളി. അതേപോലെ ഇതേപോലെ സംബന്ധമായിട്ട് വീഡിയോസ്, അതായത് ടെക്നിക്കൽ പരമായിട്ട് ടിപ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം.